മലപ്പുറത്ത് 2 പെൺകുട്ടികളെ കാണാതായതുപോലെ ഈ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഏതോ ആഹ് ആ ആൺപിള്ളേർ റഹീമിനെ പോലെയുള്ള ആരെങ്കിലുമൊക്കെ കാണും. ഈ ബോംബെയിലും അവിടെ നിന്നുമൊക്കെ ഉള്ളവരാണ് ഈ ഇത്തിരി ദൂരത്തുനിന്നും പെൺപിള്ളേരെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴി വശീകരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫോൺ കൊണ്ടുപോകാത്തതിൻ്റെ കാരണം തന്നെ ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഫോൺ കൊണ്ടുവരരുത്. ഫോണാകുമ്പോൾ ലൊക്കേഷൻ കണ്ട് പോലീസിൻ്റെ കയ്യിലാവും, വലയിലാവും. അപ്പോൾ അത്രയ്ക്കും ബുദ്ധി പറഞ്ഞു കൊടുത്താണ് ആ പെൺകുട്ടിയെ കൊല്ലത്തുനിന്ന് തട്ടിക്കൊണ്ട് പോയത്. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഈ കുട്ടി പോയെന്ന് പറഞ്ഞ കുട്ടിയെ തന്നെയാണ് നമ്മൾ അന്വേഷിക്കാനുള്ളത്. ഈ കുട്ടി 4:30 പോവുകയാണ്, വീട് വിട്ടിറങ്ങുകയാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞത് ആരാന്ന് വെച്ചാൽ അവരെ അറസ്റ്റ് ചെയ്ത് അന്വേഷണ തെളിവെടുക്കണം. അതുപോലെ തന്നെ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊല, മകൻ അഫാൻ കുറ്റബോധമില്ലാതെ പൊറോട്ടയും ഇറച്ചിയും പോലീസുകാരെ കൊണ്ട് വാങ്ങി കഴിക്കുന്നു. ഇവൻ്റെ പിറകിൽ ഇവനെ കൊണ്ട് കൊല ചെയ്യിപ്പിച്ച് ഉമ്മയുടെയും വാപ്പയുടെയും സ്വത്ത് തട്ടിയെടുക്കാനുള്ള പ്ലാനായിരിക്കും തയ്യാറാക്കിയത്. അവൻ്റെ പേരിൽ സ്വത്താകുമ്പോൾ അത് വിൽക്കപ്പെടും. ഇവനെ കൊണ്ട് കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചവർ അത് കൈക്കലാക്കും. ആരായിരിക്കും ഇതിൻ്റെ ഒളിവിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് തെളിയിക്കാൻ പോലീസ് DGP ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലേ? ഇതുപോലെ തലമുറകളെ ലഹരി കൊടുത്ത് മയക്കി കുടുംബം കലഹം ഉണ്ടാക്കാൻ ധാരാളം ക്രിമിനൽസ് ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. മുതിർന്നവർ നേതൃത്വം കൊടുത്ത് ചെയ്യുന്നതാണ്. നല്ല അടി അഫാന് കൊടുത്ത് പറയിപ്പിക്കണം. നിന്നെ കൊണ്ട് ഈ കടം വാങ്ങിയ കാശ് ആർക്ക് കൊടുത്തു, ആരാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്, ആരാ ഇതിൻ്റെ പിറകിലുള്ളത് എന്നെല്ലാം അവനെ പറയരുതെന്ന് അവനെ പറഞ്ഞ് പുറത്ത് വരരുതെന്നൊക്കെ പറഞ്ഞ് അവനെ താക്കീത് കൊടുത്തായിരിക്കും അവനെ കൊണ്ട് ഈ കൊല ചെയ്യിപ്പിച്ചത്. അപ്പം ഇതിൻ്റെ പിറകിൽ മറഞ്ഞു കിടക്കുന്നവരെയാണ് പിടിക്കാനുള്ളത്. ഇവന്മാരെ കുടുക്കിയില്ലെങ്കിൽ ഇത് തുടരും, തലമുറകൾ തെറ്റും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കണ്ടില്ലേ, യൂട്രസ് റിമൂവ് ചെയ്യാൻ ചെന്ന ലേഡിയുടെ കുടലിൽ മുറിവേറ്റെന്ന്. ഇതൊക്കെ ഈ അനാസ്ഥ വീഴ്ചയെന്ന് ഈ ഡോക്ടർമാർ പറഞ്ഞൊഴിയുന്നത്. അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ആണ് ഇങ്ങനെയാണെങ്കിൽ അവർ സഹിക്കുമോ? അപ്പോൾ ഈ ഡോക്ടർമാർക്കും തക്ക ശിക്ഷ ഇതിന് കൊടുക്കണം. ഈ ഒരു ഡോക്ടറിന് എന്തെങ്കിലും പറ്റിപ്പോയി അവിടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി ഡോക്ടറിനോട് ഒത്തുചേർന്നിരിക്കും. അല്ലാതെ ഈ മരണപ്പെട്ടവർക്ക് ആരും അനുകൂലമായിട്ടിരിക്കില്ല. ഇതെല്ലാം അന്വേഷണം വേണം. ഓരോ പേഷ്യൻ്റ് മരണപ്പെടുന്നതും അവരുടെ കുടുംബത്തിൽ ഒരു നാഥ ഇല്ലാതാവുകയാണ്. ഈ പുരുഷന്മാർ ഇതിലിടപെടുമ്പോൾ അവരെ പിടിച്ച് ജയിലിലാക്കുക, അറസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവിടെ നിലവിലുള്ളത്. അമേരിക്കയിലെ ഒരു ക്രിമിനൽ കേരളത്തിലോട്ട് ഇറങ്ങി കുറ്റകൃത്യം ചെയ്ത ആ പ്രതിയെ വർക്കലയിൽ പോലീസ് പിടിച്ചു. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ എല്ലാം നടക്കും. അവർ കുറച്ചുകൂടെ ഉഷാറായ ഉണർവോടുകൂടെ എല്ലാം നമ്മളെ മയക്കുമരുന്ന് മാഫിയകളെല്ലാം തിരുവനന്തപുരത്താണെങ്കിൽ കൂടി വരികയാണ്. കൊലപാതകവും ഈ ക്രിമിനൽസും മയക്കുമരുന്ന് ലഹരി വേട്ടയും എല്ലാം കൂടി വരികയാണ്. അതെല്ലാം നിർത്തലാക്കാൻ സാധിക്കും.